സോഷ്യൽ മീഡിയ ഒരു സ്ഥാനാർത്ഥിയുടെ പുറകെയാണ്. നമുക്ക് ആളെ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം. ഇനി ഫോട്ടോ ഉണ്ടല്ലോ, ഇനി ആളെ നേരിട്ട് കാണിച്ചു തരാം. ഹലോ നവ്യ. 2 വർഷം കൂടി കഴിഞ്ഞ ആളൊരു ഡോക്ടറാണ് അല്ലെ? അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ ആരാവോ നോക്കാം, കൗൺസിലർ ആവോന്ന് നോക്കാം അല്ലെ? ഓക്കെ, നമുക്കിപ്പോ ശരിക്കും എത്ര വയസ്സായി? 23. 23 വയസ്സുള്ള നമ്മുടെ യുവ സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ അല്ലെ? എന്റെ ചേച്ചി, ഞാൻ കമന്റ്സ് എടുത്ത് നോക്കിയപ്പോ മാരക കമന്റ്സുകള് നമ്മുടെ വാർഡിലുണ്ട്. തങ്കമ്മ, ബിന്ദു, അമ്മിണി ഇങ്ങനെയൊക്കെ ശരിക്കും പറയുന്നുണ്ടോ? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ തങ്കമ്മ, ചെല്ലമ്മ അവരൊക്കെ തന്നെയല്ലേ. ഇപ്രാവശ്യം കുറച്ചുകൂടി യൂത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സാഹചര്യം ഉണ്ടായിരുന്നേ ഞാൻ അങ്ങോട്ട് വോട്ട് മാറ്റി ചെയ്തേനെ ചേച്ചി. അതെ, അങ്ങനെ കുറേ പിള്ളേർ എനിക്ക് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പലർക്കും അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. അതൊരു സിംഗിൾ? എല്ലാരും കാണുന്ന സ്ഥിതിക്ക് സിംഗിളാണ്. കാണാത്തപ്പോ എനിക്ക് പറഞ്ഞു തരണോ? എനിക്ക് തോന്നുന്നു കുറെ പോസിറ്റീവ് കമന്റ്സ് മാത്രം നമ്മൾ ഇൻസ്റ്റയ്ക്ക് ത്രൂ കാണുന്നത്. നെഗറ്റീവ് കമന്റ്സും ഉണ്ടാവില്ലേ? അല്ല, ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് കമന്റ് ചെയ്താ എന്താ? എന്റെ ഇൻസ്റ്റ ഐഡി നവ്യ എം നായർന്ന. അപ്പം ജാതിവാല് അങ്ങനത്തെ സംഭവം. അത് ഞാൻ ശരിക്കും എന്റെ പേര് നവ്യ മോഹനൻ. പിന്നെ ഞാൻ ഇൻസ്റ്റ തുടങ്ങിയപ്പോ ഒരു ഗുമ്മിന് വേണ്ടിട്ട് നവ്യ എം നായർന്നാക്കിട്ടതാ. അതാണോ? ഞാൻ പ്രശ്നം ആയതുകൊണ്ട് മാറ്റണ്ട വിചാരിച്ചിട്ട് അങ്ങനത്തെ രജിസ്ട്രേഷൻ. നവ്യ ജയിച്ചു കഴിഞ്ഞാ ഇവിടെ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? ഒരുപാട് യൂത്തിലുള്ള പിള്ളേരെ എന്നെ കുറെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒരു ഗ്രൗണ്ട് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലേ ഗ്രൗണ്ട്? പ്ലേ ഗ്രൗണ്ട്. അതിന്റെ സാധ്യതകൾ എന്താണെന്ന് അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ കുടിവെള്ള പ്രശ്നം, പോയ വീടുകളിൽ നിന്ന് കിട്ടിയ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കുടിവെള്ള പ്രശ്നം ഒരുപാട് പേര് പറയുന്നതാണ്. ഇവിടെ ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതൊന്ന് മാക്സിമം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്.